ശബരിമലയിൽ തന്നെ കയറി തല്ലാൻ തുടങ്ങിയിരിക്കുകയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഇങ്ങനെ മോഷ്ടിക്കുന്നവർക്ക് അതല്ലാതെ വേറെ വഴിയില്ല. അതായത് കഴിഞ്ഞ പിണറായി ഭരണത്തിൽ ശബരിമല എന്ന് പറയുന്നത് CPM സഖാക്കൾക്ക് ഒരു കറവപ്പശുവായിരുന്നു. അയ്യപ്പൻ്റെ എല്ലാം ഊറ്റിയെടുത്ത് പിടിക്കപ്പെട്ടവർ അങ്ങനെയും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്നവർ അങ്ങനെയും കേരളത്തിൽ വിലസി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ശബരിമലയിൽ നടന്ന തട്ടിപ്പുകൾക്കെതിരെയും അത് കണ്ടുകെട്ടാൻ ആവശ്യമായതൊന്നും തന്നെ പിണറായി സർക്കാരോ നിയമിതരായ പ്രത്യേക അന്വേഷണ സംഘമോ അല്ലെങ്കിൽ അവരെയെല്ലാം നിയന്ത്രിച്ചിരുന്ന കോടതിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാസങ്ങൾ കഴിഞ്ഞിട്ടും എവിടെയാണ് കുറ്റപത്രം എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് പ്രധാന പ്രതികളെല്ലാം തന്നെ ജാമ്യം കിട്ടി രക്ഷപ്പെട്ടു പോയി. എന്നാൽ ശബരിമല കട്ടുമുടിച്ചതുപോലെയും അതിൽ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണം നടത്തിയ ആളുകളെ പറ്റിച്ചതുപോലെയൊന്നും ഇനി നടക്കില്ല. കാരണം ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളിൽ വിശ്വാസവും ഭയഭക്തിയുമുള്ള ഒരാളാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയവർ ഇന്നും പഴയ SITയുടെയും കോടതിയുടെയും പിൻബലത്തിൽ രക്ഷപ്പെടുന്നുവെങ്കിൽ മറ്റു ചില കള്ളന്മാരെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കെ മുരളീധരൻ. അതായത് ശബരിമലയിലെ നെയ്യ് ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉത്തരവിട്ടിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള നടന്നത് അന്വേഷിക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നുവെങ്കിൽ ഇത് നടക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ മേൽനോട്ടത്തിലാണ്. വിഷയത്തിൽ ദേവസ്വം സെക്രട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തു വന്നത്. അതിനെ തുടർന്ന് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുരളീധരൻ്റെ മാസ് നീക്കം. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് അന്വേഷണ ചുമതല നൽകിക്കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി മുരളീധരൻ. അല്ലാതെ കള്ളന്മാരെ കണ്ടെത്താൻ 3 മാസം, അവരെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും ഒരു 3 മാസം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവർ ജയിലിൽ കിടന്നുറങ്ങാൻ 3 മാസം, എന്നിട്ടും കുറ്റപത്രമില്ല. എന്നാൽ ഇതങ്ങനെ പോരാ, ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും ഇവരൊക്കെ മോഷ്ടിച്ച സ്വർണം എവിടെയുണ്ടെന്ന് കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നെയ്യുടെ കാര്യത്തിൽ അങ്ങനെ പോരാ. അത് നെയ്യായതുകൊണ്ടല്ല, മറിച്ച് അയ്യപ്പൻ്റെ 1 രൂപ പോലും ആരും മോഷ്ടിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ദേവസ്വം മന്ത്രി ആയതുകൊണ്ടാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കുന്നവർ പോലും ശബരിമലയിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാൻ പോകുന്നത്. വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ് പിണറായി ഭരണത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു സർക്കാർ സംരംഭമായ മിൽമയിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. പിണറായിയുടെ കാലത്ത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡുകളിൽ ആർക്ക് വേണമെങ്കിലും മോഷണം നടത്താമെന്നൊരു ടെൻഡൻസി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരുപക്ഷെ മിൽമയും ഭാഗവാക്കായിരിക്കാം. എന്നാൽ ഇനി അവരെല്ലാം വിവരമറിയാൻ പോകുകയാണ്. ശബരിമല മോഷണത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ കള്ളന്മാരെ കണ്ടെത്താനെല്ലാം SITക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെയെല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള ആംബിയറൊന്നും ഈ SITക്ക് ഉണ്ടായിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാനും കഴിഞ്ഞില്ല. കോടതിയും വിരണ്ട് നിൽക്കുകയാണ്. എന്നാൽ അതിലും ചില നീക്കങ്ങൾ ദേവസ്വം മന്ത്രി നടത്തുകയാണ്. മറ്റു കോടതികളെ സമീപിച്ചാൽ ഇതുവരെ അന്വേഷിച്ചവർക്ക് അതും ഒരു നാണക്കേടാണ്. അതുകൊണ്ട് കെ മുരളീധരൻ്റെ ഭരണത്തിൽ ദേവസ്വം ബോർഡിലെ താപ്പാനകൾ പണി വാങ്ങിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു.